أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. MS വോയിസിൻ്റെ ഖുർആൻ പഠന ക്ലാസിൻ്റെ 40ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വല്യപ്പാർക്കും വല്യമാർക്കും എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാൻ, ഖുർആൻ പല ആവർത്തി ഖത്മ് തീർക്കാൻ, ഖുർആന്റെ അഹ്ലുകാരായി ജീവിക്കാനൊക്കെ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് റജബ് 27 ആണ് അല്ലേ? പലവരും നോമ്പുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിനെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് റജബ് 27 അഥവാ ഫെബ്രുവരി 8 വ്യാഴാഴ്ചയാണ്. ഇതിപ്പോൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാന്നറിയില്ല. ചിലപ്പോൾ ഇപ്പോൾ അപ്ലോഡ് ആവും, ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് വൈകിയേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റജബുകളിൽ ഒരുമിച്ച് കൂടാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാവായിരുന്നു ഇന്നലെ നമ്മൾക്ക് കഴിഞ്ഞു പോയത്, അഥവാ മിഅ്റാജ് രാവ്. അതുപോലെയുള്ള മിഅ്റാജ് രാവിൽ ഒരുമിച്ച് കൂടാനും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പുണ്യ റമളാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ റമളാൻ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു കബൂലാക്കട്ടെ, തൗഫീഖ് നൽകട്ടെ, നസീബ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറച്ച് ദിവസം ഇനി ക്ലാസ്സുകൾ ഡിലേ ആകാൻ സാധ്യതയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് വിപുലീകരണം നടക്കുകയാണ്. നിലവിലുള്ള പള്ളിയുടെ ഭാഗം മെയിൻ്റനൻസ് നടക്കുകയാണ്. ഞാൻ പള്ളിയുടെ റൂമിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെയിൻ്റനൻസ് ചെയ്യേണ്ടതുണ്ട്, പെയിൻറ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അടിയിൽ ടൈലിടേണ്ട ഒന്ന് വർക്കുകളുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്ലാസ് എടുക്കാൻ പിന്നെ വേറെ ഏരിയ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡിലേ ആവാൻ സാധ്യതയുണ്ട്. പരമാവധി ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശനിയാഴ്ച ഞാൻ ജോലി ചെയ്യുന്ന മദ്രസയിൽ നിന്ന് ഇവിടുത്തെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളൊക്കെ കൂടി അൽഹംദുലില്ലാഹ് പാറപ്പള്ളി വരെ സിയാറത്തിന് പോവാണ്. തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര താന്യം തോട്ടഞ്ചിറ മഹലിലാണ് ജോലി ചെയ്യുന്നത്. അവിടുന്ന് ഒരു സിയാറത്ത് പോവാണ്. അപ്പോൾ പിന്നെ ശനിയാഴ്ചകളത്തെ ക്ലാസ് അങ്ങനെ പോകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളുടെ കാര്യങ്ങളൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സിയാറത്തും അതുപോലെയുള്ള മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അതുവഴി നമ്മളുടെ ഈമാൻ വർദ്ധിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ ഭയന്ന് ജീവിക്കാനുമുള്ള ഒരു
മാനസിക ചിന്ത ഉണ്ടാകാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ബോർഡും എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ എത്രാമത്തെ ക്ലാസ്സിലുള്ളത്? 40ാമത്തെ ക്ലാസ്സിൽ അല്ലേ. 40 ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എണ്ണമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചിട്ടുള്ളത് അല്ലേ. 40 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ നമ്മുടെ പ്രായപരിധിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ 40 ദിവസം ഓതുക, 40 ദിവസം ഖത്തം, പിന്നെ എന്താണ് ഖത്തം വരെ കെട്ടി ഓതുക, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാലം അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ സൂറത്തുൽ ആലയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ആലയിൽ 9 ആയത്തുകൾ നമ്മൾ പഠിച്ചു. ഇനി ബാക്കി ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെടുക്കാൻ പോകുന്നത്. സയദ്ദക്കറു മൻ യഖ്ശാ. സയദ്ദക്കറു, എന്താണ് സയദ്ദക്കറു? എങ്ങനെ എഴുതാത്? ഇനിയൊന്നും ഞാൻ ഓതൂലട്ട, നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? വായിക്കണം. ദാലിങ്ങനെ പൊന്തിച്ച് എഴുതി. സയദ്ദക്കറു, സയദ്ദക്കറു മൻ യഖ്ശാ. മൻ നൂൻ അടി കൂടെ എടുത്ത് മേലെ കിടണം അല്ലേ. ഈ റൗണ്ട് ഇവിടെ വെളിച്ചുണ്ട്, അതുകൊണ്ടാണ് കേട്ടാ. മൻ യഖ്ശാ. യാ ഇങ്ങനെ ഇതാ, ഹാ ഇങ്ങനെ ഇതാ, ഷീന് ഇങ്ങനെ എഴുതി, യാ ഇങ്ങനെ എഴുതാം. യാ ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്, അത് നമുക്ക് ഇങ്ങനെ എഴുതാം. വെറുതെ ഇങ്ങനെ ഒരു വര വരച്ച് ഇങ്ങനെ എഴുതാം. അതല്ലേ വെറുതെ ഇങ്ങനെ ഒരു വരച്ച് ഇങ്ങനെയും എഴുതാം. മനസ്സിലായ? എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ ഒരു അലിഫ് ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ സാക്കിനായ നൂനുണ്ട്, നൂന് ശേഷം യാവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആംബി ഉന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ചെറുതായിട്ട് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം കേട്ടാ. അടുത്തത് സമസ്ത ഇറക്കിയിട്ടുള്ള മദ്രസയിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരു മുസാഫ് ഇറക്കിയിട്ടുണ്ട് സമസ്ത. അതിലൊക്കെ എന്തുണ്ട്? പിന്നെ പഴയ സമസ്ത കേട്ടാ, പഴയ സമസ്ത. അതില് പിന്നെ ഈ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ എടുത്ത് കാണിക്കും. പ്രത്യേക കളറിൽ എഴുതിയിട്ടുണ്ടാവും. അടിയിൽ ഇന്നതാണ് നിയമം എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇൽഹാറാണ്, ഇഖ്ഫാണ്, ഇഖ്ലാബാണ്, ഇദാമി ഉന്നയാണ്, ഇദാമി ലൗന്നയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അവിടങ്ങളിലൊക്കെ ഇത് ശരിക്കും ഇങ്ങനെ സാക്കിന നൂന് വരുമ്പോൾ ഒരു പ്രത്യേക കളറിൽ യാ വേറെ കളർ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ ശബ്ദമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അടിയിൽ ആ കളർ കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടുത്തെ നിയമം ഇന്നതാണ്, ഇൽഹാറാണ്, ഇഖ്ഫാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ഹഫാണ് സമസ്ത ഇപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള മുസ്ഹഫ് കേട്ടാ. 30 മറ്റേ ജുസുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിലുള്ള മദ്രസയിലെ ഉസ്താദുമാരായിട്ട്, സദർ ഉസ്താദുമാരായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, ആയത്ത് കഴിഞ്ഞു കേട്ടാ. അടുത്ത ആയത്ത് നിങ്ങളെ വായിച്ചോളിട്ടാ. ഇവിടെ ഒരു യാ, ഒരു താ, എന്നിട്ടൊരു ജീമ്, ഒരു നാ. ഇവിടെ എഴുതാൻ സ്ഥലമില്ല, അപ്പൊ ഇപ്പുറത്ത് എഴുതാം. ഇവിടെ നോക്കൂ, വാ, ഒരു വാവ് ട്ടാ, പിന്നെ ഒരു യാ, താ, ജീമ്, നൂന്, ബാ, ഹാ, വാ, യാ. ഞാൻ വായിക്കണ്ടല്ലോ അല്ലേ? എന്താ വായിക്ക? വായിച്ചോളി മക്കളെ, വായിച്ചോളി. ഇനി ഒരു അലിഫ്, പിന്നെന്താണ്? ഒരു ലാം അലിഫ് അല്ലേ? എന്താ വായിക്ക? ഇൽ ആ അല്ലേ? ഒരു ഷീന്, ഖാഫ്, ഒരു യാ. എന്താ ഇതാ? വയതജന്നബുഹൽ അഷ്ഖാ. ആയത്ത് അവസാനിച്ചു. ഓതി. വയതജന്നബുഹൽ അഷ്ഖാ. അടുത്ത ആയത്ത് അലിഫ്, ലാം, ദാല്, ഷദ്, ഒരു യാ കൂടി. ഇതെന്താ വായിക്ക? അടുത്തത് യാ, സ്വാദ്,
ലാമ് യാ. ഇതെന്താണ്? യാ ആണ് കേട്ടാ. വായിച്ചോളി. എന്താ വായിക്ക? ഇനി അലിഫ് ലാമ് നൂന് അലിഫ് നാ. എന്താ വായിക്ക? അല്ലതി. ഇവിടെ ആയിന് ഫത്തൊന്നും ഇടൂല കേട്ടാ. ഇവിടെ വെറുതെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോ ഖുറാനിൽ ഇങ്ങനൊക്കെ ഇങ്ങനെ എന്തോ സംഭവം എഴുതിയിട്ട് കാണാം. ഇതിനെ അർക്കത്തായിട്ട് വായിക്കാൻ പറ്റൂല. വസിൽ ലംസ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ വായിക്ക? അല്ലദീ യസ്ലാ നാറ. ഇവിടെ യസ്ല എന്ന് പറഞ്ഞ നീട്ടാനോട് കുഞ്ഞലിഫ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞലിഫിനെ ശബ്ദം വന്നുമ്പോ നീട്ടരുത്. അപ്പൊ എങ്ങനെ ഓതണം? അല്ലദീ യസ്ലൻ നാറ യസ്ലൻ നാറ. അടുത്തത് അലിഫ് ലാമ് കാഫ് ബാ റാ. യസ്ലൻ നാറൽ കൂ. ഇങ്ങനെ ഇട്ടുണ്ടാവും. എന്താ വായിക്ക? അല്ലദീ യസ്ലൻ. യാ ആണ് കേട്ടാ, പേടിച്ചണ്ട. പുതിയ യാ ആണ്, ഇപ്പൊ കണ്ടുപിടിച്ച യാ ആണ്. യസ്ലൻ നാറൽ കുബ്റാ. അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ. ആയത്തെ അവസാനിച്ചു. കറുത്ത മഷി കൊണ്ട് അവിടെ എഴുതുന്നുണ്ട്. ഇന്ന് വേറെ കൊണ്ട് എഴുതിപ്പോയി. നോക്ക്. അടുത്തത് വായിച്ചോളി മക്കളെ, വായിച്ചോളി, വായിച്ചോളി, വായിച്ചോളി. എന്താ വായിക്ക? സുമ്മ ലാ യമൂതു സുമ്മ ലാ യമൂതു. വായിക്കി, വായിക്കി, വായിച്ചോളി. എന്താ വായിക്ക? യാ ഹാ യാ ഫത്ത് ഇങ്ങനെ. ثم لا يموت فيها ولا يحيا ثم لا يموت فيها ولا يحيا. അടുത്ത ആയത്ത് ഖാഫ് ദാല്. എന്താ വായിക്ക? പിന്നെ അലിഫ് ഫാ ലാമ് ഹാ. വായിച്ചോളി. ഖദ് അഫ്ലഹ ഖദ് അഫ്ലഹ മീം നൂന്. എന്താ വായിക്ക? ഖദ് അഫ്ലഹ മൻ ഖദ് അഫ്ലഹ മൻ താ സാ. പിന്നെ എന്താണ്? കാഫിന്റെ യാ. മൻ തസക്ക. ആയത്ത് അവസാനിച്ചു. പറഞ്ഞാണി. ഖദ് അഫ്ലഹ മൻ തസക്ക. സാക്കിന നൂന് ശേഷം താ വന്നൂടെ ഇഖ്ഫാണ് നയം കേട്ടാ. ഖദ് അഫ്ലഹ മൻ തസക്ക. അടുത്തത് വായിച്ചോളി. വായിക്ക? വദക്കറ വദക്കറ. പിന്നെ ഒരു വസിൽ ലംസ സീന് മീമ്. എന്താ വായിക്ക? വദക്കറ സ്മ റാ ബാ ഹാ. എന്താ വായിക്ക? വദക്കറ സ്മ റബ്ബിഹി ഫാ സ്വാദ് ലാം യാ. ഫസ്വല്ല വദക്കറ സ്മ റബ്ബിഹി ഫസ്വല്ല. അടുത്തത് നോക്കട്ടാ. ബാ ലാം. വായിച്ചോളി. ബൽ ബൽ താ വാവ് ഹംസ്. എന്താ വായിക്ക? എന്താ വായിക്ക? ബൽ തു ബൽ തു സാ റാ വാവ് നൂന്. എന്താ വായിക്ക? ബൽ തുസിറൂന ബൽ തുസിറൂന. ഇവിടെ ഒരു അലിഫ് ലാം ഹാ. എന്താ വായിക്ക? ബൽ തുസിറൂനൽ. വായിച്ചോളി. ഹയ വാവ് ഇട്ടിട്ട് അവിടെ എഴുതട്ടാ. ഹയാത്വ ഹയാത്ത. എങ്ങനെ എഴുതാ? വാവ് ഇട്ടിട്ട് എഴുതട്ടാ. യായിന് അലിഫ് ഇട്ടിട്ടല്ല.
ബൽ തുസിറൂനൽ ഹയാത്ത, ഹയാത്ത ഹയവാത്ത എന്ന് വായിക്കരുത്, ഹയാത്ത. അലിഫ് ലാമ് ധാല്, നൂന് യാ ഇട്ടിട്ട് അലിഫ്. എന്താ വായിക്കുക? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ. അടുത്ത ആയത്ത് വാവ്, ഒരു അലിഫ്. ഓക്കെ, പിന്നെ ഒരു ലാം അലിഫാണ് കേട്ടാ. എന്താ വായിക്കുക? വൽ വൽ, ഇവിടെ ഒരു ഹംസ ഇടും, എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇടും. അപ്പൊ മദ് എന്നാണ് അർത്ഥം. അപ്പൊ നീട്ടിയോ വായിക്കണം അവിടെ. വൽ ആ, വൽ ആ, ഖാ റാ, ആഖിറത്തു. എന്താ വായിക്കുക? വൽ ആഖിറത്തു. ഇനി ഖാ യാ റാ, യായിന് സുക്കൂന്, റായിന് ലൊമ്മ തൻവീൻ. വൽ ആഖിറത്തു ഖൈറുൻ, വൽ ആഖിറത്തു ഖൈറുൻ. ഓക്കെ, വൽ ആഖിറത്തു ഖൈറുൻ. പിന്നെ വായിച്ചോളി. ബാ ഖാഫ് യാ, വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ഇവിടെ ലൊമ്മ തൻവീനുണ്ട്, ലൊമ്മ തൻവീന് ശേഷം വാവ് വന്നിട്ടുണ്ട്. ഇദാംബി തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു ശബ്ദ ഉച്ചാരണത്തിൽ വരണട്ടാ. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. മണിക്കലോടുകൂടെ ഇദ്ഗാം ചെയ്യാം. ഇദ്ഗാം ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പ് എന്തായാലും ശബ്ദ വരും. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. അടുത്ത ആയത്ത്, രണ്ടായത്തും കൂടി ഉള്ളൂ, നോക്കിക്കോളി. എന്താ വായിക്കുക? ഇവിടെ സ്ഥലം ഉണ്ടോന്ന് സംശയമാണ്. വായിച്ചോളി, വായിച്ചേ. ഇന്ന ഹാദാ, ഹായിനെ കുഞ്ഞലിഫിട്ടിട്ട് നീട്ടിട്ടാ. പിന്നെ ലാമ് ഫാ യാ. ഇന്ന ഹാദാ എന്താ വായിക്ക? ലഫീന്നപ്പോ വായിക്ക. ലഫീ, ഒരു അലിഫ്, ഒരു ലാമ്, അതിനുള്ളിൽ സ്വാദ്, അത് കഴിഞ്ഞ ഒരു ഹാ കിട്ടാ, പിന്നെ ഒരു ഫാ. സ്വാദിന് ശബ്ദിട്ടു. അപ്പൊ എന്തായി? യാന്റെ നീട്ടില് പോയി. ഇന്ന ഹാദാ ലഫീന്ന് ഇനി പറയില്ല. നീട്ടാനുള്ളതിന് ശേഷം സുക്കൂനോ ശബ്ദ വന്നാൽ നീട്ടാൻ പറ്റൂല. ഇന്ന ഹാദാ ലഫിസ്സോ, ലഫിസ്സുഹു. ഇപ്പൊ എന്തായി? ലഫിസ്സുഹു ഫി. ഇനി അലിഫ്, ഒരു ലാം അലിഫ്. സുഹുഫിൽ ഉ. എന്താ വയ്ക്കുക? സുഹുഫിൽ ഉ, ഒരു വാവ് ഇട്ടു. ഇപ്പൊ എന്തായി? ഊ. ഒരു ലാമിട്ട് ഒരു യാ ഇട്ട്, എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞലിഫിട്ട്. ഇപ്പൊ എന്താ വായിക്കുക? ഇന്ന ഹാദാ ലഫിസ്സുഹുഫിൽ ഊലാ. ഓക്കെ, സുഹുഫിൽ ഊലാ. അടുത്ത ആയത്ത് ഒരു സ്വാദ്, അതിന്റെ കൂടെ ഒരു ഹാ, ഒരു ഫാ. എന്താ വായിക്കുക? സുഹുഫി. അലിഫ് ഹംസ ഡില്, ബാ റാ, സുക്കൂന്. എന്താ വായിക്കുക? ഇബ്റാ, ഒരു ഹാ യാ മീം. ഇബ്രാഹീമ, ഇബ്രാഹീമ. ഇനി അടുത്തത് വാ, മീമിനെ നീട്ടാൻ വാവ്, ഒരു സീന ഇതിലൊരു യാ. എന്താ വായിക്കുക? വമൂസ, സുഹുഫി ഇബ്രാഹീമ വമൂസ, സുഹുഫി ഇബ്രാഹീമ വമൂസ. ഇനി മാൻ്റെ കുട്ടികളൊന്ന് ഓതി വെക്കുകയാണ്, കിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് സ്പീഡിലായോ എടുത്തു പോയെന്ന് സംശയമുണ്ട്. നിങ്ങൾക്കൊക്കെ സാധാരണ അറിയുന്നൊരു സൂറത്തായ കാരണമാണ് കേട്ടോ. സയദ്ദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അഷ്ഖാ
الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا حيوات الحياة الدنيا والآخرة والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى ശരിയായില്ലേ? സദഖല്ലാഹു മൗലാനൽ അളീം. സാധാരണ വെള്ളിയാഴ്ച രാവിലെ ഇശാക്ക്, വെള്ളിയാഴ്ച പുലർച്ചെ സുബൈക്ക് ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് പിന്നെ വെള്ളിയാഴ്ച ജുമാക്ക് ഒക്കെ പാരായണ സൂറത്താണ് സൂറത്തുൽ ആല. ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ, അടുത്തത് എടുക്കാൻ പോകുന്ന സൂറത്ത്. അപ്പൊ അത് നന്നായി തെറ്റുകൂടാതെ എഴുതി വായിച്ചൊക്കെ പഠിക്കുക. ഇവിടെ ചിലവരൊക്കെ ഇങ്ങനെ ഓതും, സുഹുഫി ഇബ്രാഹീമ വമൂസ. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ അത്ര നീട്ടാൻ പാടില്ല. ഇവിടെ എന്താണ് അസ്ലിയായ മദ്, അസ്ലി മദ് പറയുന്ന പറഞ്ഞാൽ അസ്ലിയായ മദ്ദാണ്. മദ്ദക്ഷരം വന്നു അല്ലെ, ലൊമ്മിന് ശേഷം ലൊമ്മിനെ നീട്ടാനുള്ള മദ്ദക്ഷരം വന്ന മദ്ദാണ്. കൂടുതൽ നീട്ടാൻ ആവശ്യമായ മദ്ദൊന്നും ഇവിടെ ഇല്ല. ആന പൂച്ച എന്നൊക്കെ പറയുമ്പോ എത്ര നീട്ടാ? ദേ ഒരു ആന വരുന്നു, ദാ ഒരു പൂച്ച പോയി, അങ്ങനെ പറയാം. കേൾക്കാൻ രസമുണ്ടാവും, പക്ഷെ അത് പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ വമൂസ, ഇവിടെ നീട്ടാ, സാന്റെ അവിടെ കുറച്ച് നീട്ടാനുള്ള ശേഷം സുക്കൂൻ വന്ന ഇത് കാരണം കൊണ്ട് നമുക്ക് നീട്ടാം. ഇവിടെ അങ്ങനല്ല, പറ്റൂല. വമൂസ സുഹുഫി ഇബ്രാഹീമ, ഇബ്രാഹിമ എന്ന് പറഞ്ഞ ചിലര് ഇബ്രാഹിമ, അങ്ങനെയല്ല, ബാഗ് ഖുതുബ് ജദിന്റെ അക്ഷരാണ്. അപ്പൊ ഇബ് ഒറായിനെ തഫീമാക്കിട്ട് തന്നെ പറയണം, സുഹുഫി ഇബ്രാഹീമ വമൂസ, അത്ര വേണ്ടു, വമൂസ. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൂടാതെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതി പഠിക്കാൻ, ഖത്മ് തീർക്കാൻ, പല ആവർത്തി ഓതാനൊക്കെ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാത്ത് കേൾക്കില്ലേ? ഖിറാത്ത് കേട്ട് ശരിക്കും ഓതി പഠിക്കുക കേട്ടാ, നല്ല ശൈലിയിൽ ഓതി പഠിക്കുക ഇൻഷാ അല്ലാഹ്. നല്ലവരും കേട്ടോളൂ കേട്ടോ. വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് MS വോയിസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى
إن هذا لفي الصحف الأولى صحف إبراهيم وموسى صدق الله العظيم. എല്ലാവരും ഇനി ഒരു 3 സ്വലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ ലോകരക്ഷിതാവേ റഹ്മുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നു പോയി വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ റഹ്മാന്. അള്ളാഹു ഇതിനൊക്കെ മിഥിലെ തവാബിനെ ഞങ്ങളിൽ മരിച്ചുപോയിട്ട് ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ സന്തോഷത്തിനും റാഹത്തിനുമാക്കണേ അല്ലാഹ്. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മുറാഹിമായ അല്ലാഹ്, അല്ലാഹുവേ ഇന്ന് മിഅ്റാജ് ദിനമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്റാ മിഅ്റാജ് നടത്തിക്കൊണ്ട് തിരിച്ചു വന്ന രാത്രിയാണ് ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ രാത്രി. അതിൻ്റെ ആ സന്തോഷം, മുത്തുനബിക്കുണ്ടായ ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളിൽ പലവരും ഇന്ന് നോമ്പുകാരാണ്. റഹ്മാനായ റബ്ബേ, സമസ്തയുടെ മദ്രസകളൊക്കെ ഇന്ന് മക്കൾക്ക് നോമ്പെടുക്കാൻ വേണ്ടി മദ്രസ അവധി കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവെ, മക്കളെടുത്ത നോമ്പുകൾ, രക്ഷിതാക്കൾ എല്ലാവരും എടുത്ത നോമ്പുകളൊക്കെ ഒന്ന് സ്വീകരിക്കണേ റഹ്മാന്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. അയ്യാമു സൂദിന്റെ എല്ലാ മാസവും അവസാനത്തെ ആ ദിവസമായ 27, 28, 29 ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പോൾ വ്യാഴാഴ്ചകളത്തെ നോമ്പിന്റെ സുന്നത്തുണ്ട്, അതുപോലെ അയ്യാമു സൂദിന്റെ നോമ്പിന്റെ സുന്നത്തുണ്ട്, റജബ് 27 നോമ്പിന്റെ സുന്നത്തുണ്ട്. റജബ് മാസം മുഴുവന് നോമ്പ് നോക്കൽ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ റജബിന്റെ സുന്നത്തുണ്ട്. അതിന്റെ പുറമെ റമദാന് ഖളാആയി പോയവരൊക്കെ ഉണ്ട്. അവരും ഈ നെയ്യത്തൊക്കെ വെച്ച് ഇങ്ങനെ 4 നെയ്യത്ത് വെച്ച് നോമ്പ് നോറ്റവരുണ്ട്. അല്ലാഹുവേ, പ്രതിഫലം നൽകുന്നവൻ നീയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, നോമ്പിന് പ്രതിഫലം തരുന്നത് ഞാനാണെന്ന് നീയാണ് റബ്ബേ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു, അതുകൊണ്ട് ഞങ്ങളെ നോമ്പുകളൊക്കെ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിലുള്ള സൽക്രമങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മശക്കത്തുകളൊക്കെ നീക്കി ഖൈറിലാക്കണേ റഹ്മാനെ. റജബ് കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റജബിൽ റഹ്മത്തും ബർക്കത്തും നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു, വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. ധാരാളം സക്കാത്തും സദഖയും പാവപ്പെട്ടവരെ സഹായിക്കാൻ നമുക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു മനസ്സും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, വീടില്ലാത്തവരുണ്ട് റഹ്മാനെ, ജപ്തി വന്നവരുണ്ടല്ല. കടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. അതൊക്കെ വീട്ടാനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക് റാഹത്തായ ജോലി നൽകണേ അല്ലാഹ്. വിവാഹം നടക്കാത്തവർ ഹൈറായ ഇണകൾ എത്തിക്കണേ അല്ലാഹ്. വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചവരുണ്ട് റബ്ബേ, മക്കളുടെ വിവാഹമൊക്കെ നല്ല നിലയ്ക്ക് നടത്താൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഈ പുണ്യമായ റജബിലെ ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ മക്കളെ, പെൺമക്കളൊക്കെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അതൊക്കെ ഹൈറായ രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ ഖജനാ വിശാലമാണ് റബ്ബേ. ഒരു വിവാഹമൊക്കെ നടത്താൻ എത്രത്തോളം സാമ്പത്തിക ചെലവുണ്ട് എന്ന് നിനക്കറിയാം റബ്ബേ. ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എന്താണ്, സാമ്പത്തികം എന്താണെന്ന് നിനക്കറിയാം റബ്ബേ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ തുറന്ന്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നിന്റെ ഖജനാവ് നീ തുറന്നു നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് എത്തി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റാഹത്തായ രീതിയിൽ നീ നടത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ ആഗ്രഹിച്ചവരുണ്ട്, പേര് കൊടുത്തവരുണ്ട്, പേര് സെലക്ട് ആയവരുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരുണ്ട്. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർന്നയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പുണ്യമായ റമളാൻ ഞങ്ങളിലേക്ക് ആഗതമാവുകയാ റബ്ബേ. അതൊക്കെ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പല സന്ദർഭങ്ങളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ പല സന്ദർഭങ്ങളിൽ ദുആ വസിയ്യത്തൊക്കെ ചെയ്ത് പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഹദിയകളയച്ച്, സദഖകളയച്ചൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഏൽപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, വിദ്യാർത്ഥികളുണ്ട്, പഠിതാക്കളുണ്ട് റബ്ബേ. അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, വിഷമങ്ങളിൽ നിന്നൊക്കെ കരകയറ്റി റബ്ബേ, ഇരു ലോക വിജയികൾ
വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ നിന്റെ മഹദ് ഫദ്ലിൽ ഞങ്ങൾക്ക് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ ഖുർആൻ പഠനം ഞങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഖുർആൻ പലാവർത്തി ഖത്മ തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹം, ഈ ഖുർആൻ പഠിക്കാനുള്ള ഈ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയ ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അവർക്ക് ഉപകാരം ഉണ്ടാകാനൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മോമിനിങ്ങളെ, നല്ലൊരു ദിവസമാണ്. ഒരു ദുആ വസിയത്ത് ചെയ്യാണ്. നിങ്ങളെ വലിയേറിയ ദുആയിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ ആണ്ട് ദിവസമാണ്. പിന്നെ ഇന്നലെ ജ്യേഷ്ഠൻ്റെ ആണ്ട് ദിവസമായിരുന്നു. റജബ് 27 വളരെയധികം അനുഗ്രഹീതമായ ദിവസമാണ്, നമുക്കൊക്കെ അറിയാം. നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഏപ്രിലാണ് ശവ്വാലിൽ പലരും ഉസ്താദിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ടില്ല, കഴിഞ്ഞിട്ടില്ല. നിങ്ങളറിയാണ്ട് കല്യാണം കഴിയൂലല്ലോ. ശവ്വാല് 19-നാണ്, അഥവാ ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, ഇത് ഫെബ്രുവരി അല്ലേ? ഏപ്രിൽ 28-നാണ് മകളുടെ വിവാഹം. അതൊക്കെ റാഹത്താക്കാൻ വേണ്ടി, എല്ലാ കാര്യങ്ങളും ഹൈറാകാൻ വേണ്ടി, എല്ലാ സാഹചര്യങ്ങളും ഒത്തുകൂടാൻ വേണ്ടി, നല്ല നിലയിൽ കുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാനൊക്കെ ഉള്ള ഒരു തൗഫീഖിനായി, അതിനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടാനൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. മുസ്ലിം ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.